ബാരിഷേ ഇതിൻ്റെ അകത്ത് ഫിഷിംഗ് ഉണ്ടോ? ആ ഉണ്ട്. സ്വിമ്മിങ് നോട്ട് അലോഡ്. ഹേയ് തക്കു, എങ്ങോട്ടാണ് തക്കു? എങ്ങോട്ടാണ്? ഫാം देखने के लिए जा रहे हैं. എങ്ങോട്ടാ പോണേന്ന്? ഫാമിലോട്ട് പോകണമെന്ന് പറയടാ. ഫാമിലോട്ട് പോവാണോ? എന്നെ ചിരിച്ച് കാണിക്കണ കള്ള. ചെറിയൊരു ചാറ്റമഴയുണ്ടല്ലേ? ചെറിയൊരു ചാറ്റമഴയുണ്ടേ. ഉണ്ട്. ഓ അതെ ഉണ്ടല്ലേ, അട്ടയുണ്ടെന്ന് കേട്ടാ. ആ ഈ അട്ട എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് പേടിയാണ്. എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഈ അട്ട, ഞാൻ ട്രെക്കിങ്ങിന് പോയിട്ടില്ല. അങ്ങനെ എവിടെ പോയാലും ട്രെക്കിങ് ഞാൻ ഒഴിവാക്കും. എനിക്ക് വൈകി മലയൊന്നും കുന്നൊന്നും ചാടിക്കാറ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ട്രെക്കിങ്ങിന് പോകാറില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ അട്ട കടിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഫാമിലിയൊക്കെ പോയിട്ട് വരികയാണ്. പശു, കിളികൾ, താറാവ് ഫാമിലിക്ക് പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് പക്ഷികളെയൊക്കെ കാണാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഫാം എത്തി. ഹായ്, എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്? തക്കു, മമ്മിയുടെ ഫ്രണ്ട്, ഡാഡിയുടെ ഫ്രണ്ട് കേട്ടാ. देखो देखो कौन है उधर? ഇൻട്രസ്റ്റ് ഇല്ലേ? അതെന്താണ് തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത? കുതിരയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ പശുമ്പ, കുത്തണ പശുമ്പുണ്ട്. കുത്തണ പശുമ്പുണ്ട്. ഇത് കൊട വേണ്ടേ? മഴ പെയ്യരുത്. ഹൈ പശുമ്പ, ഇവിടുത്തെ ഫാമാണ്. മതി മതി. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി. ഇവിടെ തന്നെയായിട്ട് ഫാമൊക്കെ ഉണ്ട്. ഈ തക്കടു പശുമ്പനെ കണ്ട? ആട്ടിൻകുട്ടി കിളികളില്ലേ? നിങ്ങൾ പോവാണോ? കാണുന്നില്ല ഇവരെയൊന്നും. ഹേ ആട്ടിൻകുട്ടി, ആരാടോ? നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഈ മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ തന്നെ. ഈ രാവിലെ തൊട്ട് ഉച്ച വരെ വലിയ കുഴപ്പമില്ല, മഴ ഇങ്ങനെ ചാറി നിൽക്കുള്ളൂ. ഉച്ച കഴിഞ്ഞ് നല്ല മഴയാണെന്നാണ് പറയുന്നത്. ഹേയ് മുയല്, തക്കു മുയലിനെ കാണുന്നു. This is rabbit. Did you see that? ഗിനിപ്പന്നി, ഗിനിപിഗ്. എന്താ അത്? ഗിനിപ്പി, ഗിനിപ്പന്നി. ഗിനിപ്പന്നീനെ കാണാനായിട്ട്. ഏതാണ്? എലീനെ പോലെ ഉള്ള സാധനം. കുഞ്ഞു, അതാണ് ഗിനിപിഗ്, ഗിനിപ്പന്നി എന്ന് പറയും. കൊള്ളാല്ലേ? ഇത്രയേ ഉള്ളൂ. പന്നി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വലുതാന്ന്. ഇത്രയും കൂടി വളരുവോ? ആണല്ലേ, കൊള്ളാം. നല്ല ക്യൂട്ടായിട്ടുണ്ട്, എലീനെ പോലെ ഇരിക്കുന്നു.
ഡോഗുമാമനെ നല്ല കളറുള്ള മീൻ. ഇത് കൊള്ളാം. കാനി ക്രോസ്. കട്ടപ്പ എന്നാണോ പേര്? കട്ടപ്പ. ഹേയ് കട്ടപ്പ. കട്ടപ്പ. ഹേയ് കട്ടപ്പ. ഇതിൽ ആരാ കട്ടപ്പ? കറുപ്പ് ഇവനോ? പപ്പുവോ? പപ്പി. ഹേയ് പപ്പി. ഹായ്. സുഖാണ്. ഹേയ് കട്ടപ്പ. കട്ടപ്പ കുറച്ച് ദൂരക്കാരനാന്ന് തോന്നല്ലേ? ഭയങ്കര ഗൗരവക്കാരാണ്. കടിച്ചോ? കടിച്ചോ നീ? പോവാട്ടെ, ടാറ്റ. പിന്നെ വരാം, ഇടയ്ക്ക് വരാം കേട്ടോ. കഴിച്ചോല്ലോ. ഡേഞ്ചർ ഐറ്റം. ടർക്കിയാണോ? ടർക്കിയാ. ഒരു ദിവസം പൊരിച്ചു തിന്നാ. ഇത് ടർക്കി. ദിസ് ഈസ് എമു. എമു. അത് എമു അല്ലേ? ബിഗ് എഗ്. 7 മാസം. വാട്സപ്പ് ഇത് കൊത്തണതാണ് കേട്ടാ. എന്നാ നീ എടുത്തോ, ഇവൻ ഇങ്ങോട്ട് വരണ്ട. മണോടി കോഴിക്കുട്ടി. ഉറക്കാൻ കഴിഞ്ഞത്. മനസ്സിലായി 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 മനസ്സിലായി. ഇവിടെ തന്നെ എല്ലായിടത്തും ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, താഴെയുണ്ട്. പൊളി. ഫുട്ബോൾ കളിക്കാൻ പറ്റിയ സ്പോട്ട്. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാട്ടോ. അടിയിലും ലേക്കൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നല്ല വെള്ളമൊഴുക്കമുള്ള സ്ഥലമാണ്. അതെ പോത്ത്. ബൈസൺ ബൈസൺ. കാളുമ്പ. നേരെ നോക്കടാ. ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുവഴി ഒരു 1.5 നടത്തം നടന്നാലും എത്തണമെങ്കിൽ 70 ഏക്കറുണ്ട് മോനെ. എത്തൂല. 70 ഏക്കറൊക്കെ എങ്ങനെ നടന്നു തീർക്കാനാ? അയ്യോ, ഒരു ദിവസം കൊണ്ടൊന്നും ഇവിടെ കണ്ടു തീർക്കാൻ പറ്റൂല കേട്ടോ. 2 ദിവസം വേണ്ടി വരും. ഞങ്ങൾ ഇന്നലെ വന്നയാ. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എങ്ങും എത്തിയില്ല. ഇനിയുണ്ട്, നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇതേ നോക്ക്, അടിപൊളി വ്യൂ. അത് പറിച്ചിട്ട് ഇപ്പം വരാവേ. നല്ല പഴുത്ത ഓറഞ്ച്. നല്ല ഓറഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പുളിയാണ്, മധുരല്ല. ആവുമായിരിക്കും, നല്ലോണം ആണോ?
അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ മഞ്ഞാണ് കാണുന്നത് അല്ലേ? അവിടേക്ക് അടിപൊളി വ്യൂ ഉണ്ട്, പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ മഞ്ഞാണ് കാണുന്നത്. ഓ ദേ നല്ല അടിപൊളി മല. നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആണ്, അത്ര ഇഷ്ടപ്പെടും. അയ്യോ മഴ, വാ. അയ്യോ ലാലേട്ടനല്ല കേട്ടോ, ലാലേട്ടൻ ഇരുന്ന സ്ഥലം ഇതാണ്. നമ്മുടെ ലാലേട്ടൻ ഇരുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞത്, ലാലേട്ടനല്ല കേട്ടോ. മൽബറി മൽബറി മൽബറി, നല്ല പഴുത്ത മൽബറി. മിനിറ്റ്, മൽബറിയും കൂടി തിന്നിട്ട് പോയി. ഇവിടെ വരെ വന്നിട്ട് മൽബറി കഴിച്ചില്ല എന്ന് വേണ്ട. മൽബറി നല്ല പഴുത്തയുണ്ട്, അടിപൊളിയാണ്. കണ്ട മഞ്ഞും മഴയും കോടയും ഒക്കെ ആയിട്ട് ഇവിടെ ഫുൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്താ എല്ലാവർക്കും ഇപ്പോൾ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളിവിടെ വന്ന് സ്പെൻഡ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വന്നിരിക്കണം, അത്രയും നല്ല പ്ലേസാണ്. ഇവിടെ കിടന്ന് കാറി വിളിച്ച് പോവാം, നിങ്ങൾക്ക് ഒരാളും കേൾക്കില്ല, നമുക്ക് അത്രയും എൻജോയ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, തല കുത്തി മറിയാം. പിന്നെ നമ്മളൊരു ടൂറിന് പോകുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, ഗെയിമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. പകുതി ആക്ടിവിറ്റീസും എനിക്ക് കയറാൻ പറ്റില്ല, കാരണം തക്കടും ഉള്ളതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസിലും കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കയറുന്നില്ല, പക്ഷേ എല്ലാ ആക്ടിവിറ്റീസും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. കണ്ട കോട കൊണ്ട് ഇപ്പോൾ ഉച്ച സമയം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഒരു 1:30-2 മണിയായി കാണും. ഈ 2 മണി സമയത്തും ഇവിടെ ഫുള്ള് കോടയും, ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ മഴയൊന്ന് തോരും, പിന്നെ കോട മഞ്ഞ്, അങ്ങനെ ഫുൾ അടിപൊളി ഒരു പ്ലേസാണിത്. ഈ 70 ഏക്കർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് നമുക്ക് അതിശയം തോന്നും. കാരണം ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ട് അത്രയും ക്ലീനാണ് ഇവിടെയൊക്കെ. പോവാനേ തോന്നൂല ഗൈസ്, അത്ര രസമാണ് ഇവിടെ. ലാലേട്ടൻ്റെ 12th മാൻ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ ഇവിടെയാണ് കേട്ടോ. 12th മാനിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു സീനായിരിക്കും, അവർ ക്രിക്കറ്റ് കളിച്ച സീൻ അല്ലേ? അത് എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന്. ഇവിടെ ആയിരിക്കണം. അതെ ഇവിടെയാണ്. അതെ ഇവിടെ തന്നെ, അതെ ഇവിടെ തന്നെയാണ് കേട്ടോ അത്. ഇതിലുള്ള ട്രെക്കിങ്ങും ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. നമുക്ക് മീൽസ് കഴിക്കാം. അതെ, ഇവിടെ ആക്ടിവിറ്റീസ് ഞങ്ങൾ ട്രക്കിങ് പോയി, പിന്നെ ഫാമും വിസിറ്റ് ചെയ്തു. ഇനി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ 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 ഓക്കെ. ആ ഫാമിൽ പോയി. പിന്നെ സിപ്പ് ലൈൻ ഉണ്ടോ? റിവർ ക്രോസ് എന്ന് പറയുമ്പോൾ വാക്കിംഗ് ആണോ? അല്ല, അത് ശരിക്കും റോപ്പിൽ തൂങ്ങി ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുന്നു. അത് അങ്ങോട്ടുള്ളത് ഗ്രാവിറ്റിയിൽ പോകും, തിരിച്ച് നമ്മൾ മാനുവലായിട്ട് എഫക്റ്റ്. മറ്റേ സിപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ അങ്ങ് ഹൈറ്റിൽ നിന്ന് ഒരു ഇതിലങ്ങ് പോകുന്നല്ലേ, പിന്നെ ഇറങ്ങി നടന്ന് ഇതാക്കി. ഇത് റിവർ ക്രോസിംഗ് ആണ്. റിവർ ക്രോസിംഗ് ആണ്. ഓക്കെ. ഇപ്പം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് ചെയ്ത് നോക്കാം. ഇല്ല, ടീ ടൈമിൽ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിച്ചോളൂ. ചായ കുടിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ റെയിൻ ഡാൻസ് എന്താണ്? റെയിൻ ഡാൻസ് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇമ്പാക്റ്റ് ആവുള്ളൂ. നിങ്ങളൊരു കപ്പിൾ മാത്രമാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മഞ്ഞിൻ്റെ ഇടയിൽ അത് ഒരാൾ കയ്യിൽ കുഞ്ഞും കൂടെ ആകുമ്പോൾ ഒരാളും കൂടെ ഇറങ്ങാൻ പറ്റില്ല. ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മ്യൂസിക് വെച്ച് റെയിൻ സ്പ്രേ ചെയ്ത് അത് എൻജോയ് ചെയ്യും. റൂമിൻ്റെ അകത്താണോ? അല്ല, മുകളിൽ. റെയിൻ ഡാൻസ് എന്നുള്ളത് മുകളിലൊരു അഡ്വഞ്ചർ ഒക്കെ ചെയ്തല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്ത്. ഓക്കെ.
ശരി, ഞാൻ ടീ ടൈമിൽ ആകുമ്പോൾ വരാം. ശരി. നമുക്ക് ബോട്ടിങ്ങിന് പോവാം. ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ്. ഞങ്ങളുടെ റൂം ദേ ഇവിടെയാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ബോട്ടിങ് വരുന്നത്. അപ്പം ഞങ്ങളൊന്ന് ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് വരട്ടെ. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞ് നിൽക്കുക, അതുകൊണ്ടാണ് ഈ സമയത്ത് ബോട്ടിങ്ങിന് ഇറങ്ങി. ഇപ്പം തന്നെ സമയം 3:30 ഇല്ലേ? ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മഴയൊക്കെ വരും. ഈ മഴ തോന്നുന്നില്ല എന്നുള്ളത് ഇവിടെ വളരെ അപൂർവമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എങ്ങാണോ ഒന്ന് തോന്നിയിട്ട് റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞി വെള്ളച്ചാട്ടം കാണാവേ. അത് പക്ഷേ ഇത് ഇവിടെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതെ, നൈസായിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച്. എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഒരു നിമിഷം ഇരിക്കാനൊക്കെ വേണ്ടി. ഇതിനു വേണ്ടി മാത്രം കെട്ടി വെച്ചേക്കണ ഇതാണല്ലേ, വെള്ളക്കെട്ടാണ്. ബോട്ടിങ്ങിന് വേണ്ടി മാത്രം കെട്ടി നിർത്തിയേക്കുന്നൊരു വെള്ളക്കെട്ടാണ്. അത് കുറച്ച് ഇവിടെയും കുറച്ച് അവിടെ. ഇവിടെ കൊണ്ട് തീരാണ്. ഈ 2 സൈഡിൽ കാണുന്ന വെള്ളച്ചാട്ടമേ ഉള്ളൂ. ഇത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് അവിടെ നിന്ന് നോക്കിയാൽ കാണാം, ഒഴുകി വരുന്നുണ്ട്. ഭയങ്കര നൈസാണ് കേട്ടോ ഇവിടെ കാണാനും. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, മനസ്സിന് നല്ല കുളിർമ തരുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പ്രകൃതി രമണീയമായ സ്ഥലം, മനസ്സിന് നല്ല കുളിർമ തരും കേട്ടോ ഇവിടെ വന്ന്. അങ്ങനെ ഞങ്ങള് പോക്കാച്ചി തിരുണ്ട അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഹേയ്, അങ്ങനെ വിശാഖ് കയാക്കിങ്ങിന് പോവാണ്. മീൻ പിടിച്ചിട്ട് വരാട്ട. എവിടെ ചെന്നാലും ആൾക്ക് കയാക്കിങ് മസ്റ്റാണ്. ബോട്ടുണ്ട് കേട്ടോ ഇവിടെ, ബോട്ടിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബോട്ടിങ് ദേ അവിടെ കുറച്ച് പേര് ബോട്ടിങ്ങിന് പോയിട്ട് വരുന്നുണ്ട്. വരുമ്പോൾ കാണിക്കാമേ. നിന്റെ നിക്കർ നനഞ്ഞു. കയാക്കിങ്ങിന് പോണ നോക്ക്. ഇല്ല. ഇത് കണ്ട? ഇത് പോണ കണ്ട? കയാക്കിങ്ങിന് പോണ കണ്ട? ഈ ബോട്ടും ഉണ്ട് ഇവിടെ. ഇതിലും വേണമെങ്കിൽ കേറാൻ, പക്ഷെ തക്കുടൂനെയും കൊണ്ട് കേറണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് ബോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാള് തുഴഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ട്. തക്കുടും ഞാനും മാത്രമേ ഇവിടെ പോസ്റ്റാണ്. ഞങ്ങളിവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടു ഗൈസ്, ഞങ്ങൾ പോസ്റ്റാണ്. ഇത് നല്ല ആഴം ഉണ്ടെന്നാ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് കേറാൻ പറ്റില്ലേ. ചക്കടി വാവേ ഓയ് ലേക്ക് കാണിക്ക്. ലേക്ക് ഓയ് ചക്കടി വാവേ, പഞ്ചാര വാവേ. ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഞങ്ങൾ അതില് ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതിൽ കയറാൻ വന്നേക്കാണ്. ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 12 നോട്ട് അലൗഡ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറ്റില്ലല്ലോ. ഇടാൻ പോകുന്ന ഇത് ചെളിയുണ്ട്, നോക്കി നടക്കണം.
ഇവിടെ കൊള്ളാലോ, ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം. ഓ ആക്ടിവിറ്റി ഏരിയ. നമ്മൾ ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോവാണ്. തക്കടൂന് കളിക്കാൻ ഞാനൊരു ഊഞ്ഞാൽ തരട്ടെ ഇവിടെ. ഒരു ഊഞ്ഞാൽ തരട്ടെ. ആ ഇല്ലില്ല, ഊഞ്ഞാൽ വന്നല്ലോ. ഹേ ദേ ഹേയ് തക്കേ. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഊഞ്ഞാലാടാടാ. എങ്ങനെയുണ്ടാ? ഞങ്ങൾ ഊഞ്ഞാലാടിയേ. എങ്ങനെയുണ്ടാ? കൊള്ളാവോ? ഹൗ ഡു യു ഫീൽ? കൊള്ളാവോ? ഹൗ ഡു യു ഫീൽ മേൻ? കൊള്ളാവോ കുട്ടു? നല്ല രസമുണ്ടാ? ചിരിച്ചോണ്ടിരിക്കുന്ന കള്ളച്ചക്ക. ഇഷ്ടായോ? രസമുണ്ടോ? ഊഞ്ഞാല് രസമുണ്ടോ പൊന്നൂന്? തക്കു തക്കിട്ടാ. ഇവിടെ നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആയിട്ട് വരുമ്പോൾ കളിക്കാൻ കുറച്ച് ഇതുണ്ട്. പക്ഷെ മഴ വരുന്നുണ്ട്. ഞങ്ങൾ മഴ തോന്നിക്കണ സമയത്താണ് വന്നേ. ഇതിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയ ആകെപ്പാടൊരു ഇത് ഊഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നും നമുക്ക് കയറാൻ പറ്റൂല. അല്ലേ തക്കു? രസമുണ്ട് കേട്ടോ. അത് ഒടിയോട്ടാ. പോടാ. കാര്യമായിട്ട് പറഞ്ഞു, കൊച്ചു പിള്ളേർക്ക് താങ്ങാൻ പറ്റണ വെയിറ്റ് ആണ്. ലോറി കയറി. ഓക്കെ, ഞാൻ ഇറങ്ങാൻ പോവാ. ഇനിയിപ്പോൾ ഞാൻ തക്കടേ എൻ്റെ പൊന്നോ, ചായ പിടിച്ചാൽ വന്നാണോ അതോ പ്ലേ ഏരിയയിൽ വന്നാണോ? നമ്മൾ എവിടെ തന്നെ? എന്തിനാ വന്നേ നമ്മള്? എന്റെ പൊന്നൂഷ് പോറ എന്തിനാ വന്നേ? എന്തിനാണ് വന്നേ നമ്മള്? ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ഗെയിം ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് അടിപൊളി കയറാനൊക്കെ. കാരണം നമ്മൾ കപ്പിൾസ് ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ കയറാൻ നിന്നില്ല. നടന്ന് അങ്ങനെ കയറി പോവാം അതുവഴി. അതന്നെ പറഞ്ഞത്, അതുവഴി പോവാം. ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ, ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഉണ്ട്. പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി നല്ലതായിരിക്കും അല്ലേ? നല്ല ഡാൻസ് പ്രോഗ്രാം ഇവിടെ ആയിരിക്കുമോ ഇനിയും? റെയിൻ ഡാൻസ് ഇവിടെ ആയിരിക്കുമോ? അല്ലല്ല, ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം അതും ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോഴേ ഉള്ളൂ. ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് വന്നാലേ റെയിൻ ഡാൻസ് ഒക്കെ ഉള്ളൂ. അത് ലൈറ്റിങ്ങിലൊക്കെയാണ് ആ പരിപാടി. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം അത് ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. ഇതൊക്കെ തെന്നോ? തെന്നുന്നോണ്ടായിരിക്കുമല്ലോ ബ്ലീച്ചിങ് പൗഡർ ഇട്ടേക്കണേ. നോക്കിപ്പോയാൽ മതി. ഇതൊക്കെ തെന്നോന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ബ്ലഷ്. ഹേയ് അടിപൊളി അല്ലേ? ഇവിടെയൊക്കെ നൈസായിട്ടുണ്ട് കേട്ടോ. ആ ഇവിടെ മറ്റേ ക്യാൻഡിൽ അല്ല മറ്റേ ഇവിടെ മറ്റേ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. അതും നല്ല തിരക്കുള്ള സമയത്തൊക്കെ ആയിരിക്കണം. കാരണം മഴയുള്ള സമയത്ത് അത് ചെയ്യാൻ പറ്റൂലല്ലോ. ക്യാമ്പ് ഫയർ ചെയ്യുമ്പോൾ ഇവിടെ അടിപൊളിയായിരിക്കും. നല്ല ഇടാടി റെസ്റ്റോറന്റ് പ്രത്യേകിച്ച് ഇങ്ങോട്ട് കയറി വന്നു. വിട്ടോ അടിയിലോട്ട് വിട്ടു. താഴെ എന്താ ഉള്ളേ? താഴോട്ടാണെന്ന് തോന്നുന്നു കുറച്ച് റൂംസ് ഉള്ളതല്ലേ? കാരണം നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ ഞങ്ങളുടെ ട്രീ ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഒരു ബിൽഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ബാക്കി 70 ഏക്കറി ബാക്കി റൂംസൊക്കെ എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ 2 ദിവസമായി ഞങ്ങൾ വന്നിട്ട് ഇതുവരെ കണ്ടില്ല. കാരണം ഒരു റൂം കഴിഞ്ഞാൽ അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത റൂം വരുന്നതെന്ന് തോന്നല്ലേ? ഇവിടെ കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ. ഞങ്ങളിതൊക്കെ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഇന്നലെ തൊട്ട് നടക്കാൻ തുടങ്ങിയതാ, തീരണില്ല. ഇടുക്കി കോൺഫറൻസ് ഹാളും വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതല്ലേ നമ്മൾ വന്ന സ്ഥലം. എവിടെ? ബോട്ടിംഗ്
അല്ലടാ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതാണ് വാട്ടർ ആക്ടിവിറ്റീസ്. ആ ലെഫ്റ്റ് കാണിച്ചേക്കണ ബോട്ടിങ്ങിലോട്ടാണ്. ആ ഇവിടെ കോട്ടേജ്. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കണ്ടേ? അതെപ്പോഴാണ്? ഇവിടെയും കുറച്ച് ഗെയിംസ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയൊരു അല്ലേ പാർക്ക് പോലെ ഉണ്ട്, കുഞ്ഞു പാർക്കായിട്ട്. അങ്ങനെ നമ്മൾ പോൾ സൈഡിലെത്തി ഗൈസ്. ഇങ്ങോട്ട് പാടൂ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവം ഉണ്ട്. അതിൽ എൻ്റെ തക്കൂന് കളിക്കാൻ പറ്റിയപ്പോൾ എന്നാ ഉള്ളേ? എന്തെങ്കിലും ഉണ്ടോ? അതേ അതുണ്ട്. ബാ സൂക്ഷിച്ച് കയറണേ. പിടിച്ചോണേ. ഹേ തക്കുനെയും കൊണ്ട് കയറാൻ പറ്റിയൊരു സ്ഥലത്ത് ഞങ്ങളായിരുന്നേ. എങ്ങനെയുണ്ട് തക്കു? തക്കോ ഓ ഹോയ് അയലസാ. ഇവിടെ വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുത്ത് വിറച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് സ്വിമ്മിംഗ് പൂൾ ഇത്ര പോവുള്ളടാ. അങ്ങനെ ഞങ്ങള് ഇവിടെ കണ്ട എല്ലാ ഊഞ്ഞാലും ആടി ആടി നടക്കുക, അതും നല്ല കോട മഞ്ഞിൽ. അറിയോ? ഓക്കെ ബേബി. അടിപൊളി. എങ്ങനെയുണ്ടാ തക്കുമാമ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാട്ടോ. തക്കു വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ കുറച്ച് യാത്രകളാണ് ഈ അടുപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം ഭയങ്കരല്ലേ. ഞങ്ങള് കപ്പിൾസായിട്ട് മാത്രം വന്നപ്പോഴുള്ളതിനെക്കാട്ടി അടിപൊളിയാണ്. അത് വേറൊരു ലൈഫ്, ഇത് വേറൊരു ലൈഫ്. അതിലും പക്ഷെ അടിപൊളിയാണ് ഞങ്ങളുടെ തക്കുട് വന്നതിന് ശേഷമുള്ളത്. കാരണം ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളും അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് കോസ്റ്റ്യൂം, നൈലോൺ ഷോർട്ട്സ് ഓൺലി. പീപ്പിൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ആർ നോട്ട് അലൗഡ് ടു യൂസ് പൂൾ ഓർ ആക്ടിവിറ്റീസ്. ഷവർ ബിഫോർ എൻട്രി. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.